ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേപോലെ നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊന്നും കളയാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കുക്കറിയിലിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ചൊരു 2-3 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 3 വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. വെന്ത് നല്ലോണം ഉടഞ്ഞു പോകണ്ട. എന്നാലും നമുക്കൊരു കട്ട്ലൈറ്റിന് നമുക്കിങ്ങനെ ഉടച്ചെടുക്കില്ല, ഈ ഒരു രീതിയിൽ കിട്ടാനാണ്. അപ്പോൾ നമുക്കൊരു 3 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യും. ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 3 വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എയറൊക്കെ പോയതിന് ശേഷം ഉരുളക്കിഴങ്ങെടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നല്ല പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴോ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സ്പൂണ്, ഒരു സ്പൂണ് ഞാൻ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ 1 സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പിടിച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. ഈ മസാലയിലേക്കുള്ള ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാനും കൂടി നമുക്ക് കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാനും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുമറ്റും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു കട്ട്ലൈറ്റാണ് ഉണ്ടാക്കുന്നത്. കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിതിൽ വേറെ ഒന്നും ഇനി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മളെപ്പോഴും ചിക്കനും ബീഫൊക്കെ വെച്ചല്ല കട്ട്ലൈറ്റ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു മോഡൽ ഉണ്ടാക്കിയെന്നുള്ളൂ. നമുക്ക് എത്രത്തോളം വലിപ്പത്തിൽ കട്ട്ലൈറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വല്ലാണ്ട് വലിപ്പത്തിൽ ഞാൻ ആക്കണില്ല. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ വെള്ളം എന്തെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷം ഇതേപോലെ റെഡിയാക്കിയാലും മതിയിട്ടാണ്. ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനും കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട്ലൈറ്റ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു 2 സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഇതിൽ മുക്കിയങ്ങായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് സിമ്പിളല്ല ചെയ്യാൻ. നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസിലൊന്നും മുക്കണില്ല. ഞാൻ ഇപ്പോൾ ഇതിലാണ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെള്ളവും കൂടി വെച്ച് ലൂസാക്കി കൊടുക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ മൈദമാവിലൊന്ന് മുക്കിയങ്ങായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് തെറിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം. ഇതേപോലെ നമുക്ക് ഇതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്നായി വരട്ടെ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാവണേ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. നമുക്ക് ഇതേപോലെ അടുത്തതും നമുക്ക് മാവിൽ മുക്കിയങ്ങായിട്ടും ഓരോന്നിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ നേരത്തെ ചെയ്തെടുത്തില്ല, അതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതും നമുക്കിനി ഇതിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ കട്ട്ലേറ്റ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്, എന്നാൽ ക്രിസ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇറച്ചി മീനും ചിക്കനും ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.